ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി ഇന്ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും വികസിത ഭാരതത്തിനായുള്ള രൂപരേഖയും വ്യാവസായിക പങ്കാളിത്തത്തിന് നിരവധി അവസരങ്ങൾ തുറന്നു നൽകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിന്റെ 3 ദിവസത്തെ വിക്രമോത്സവിന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ തുടക്കം കുറിച്ചു. ഈ മാസം 14 വരെ നീളുന്ന സാംസ്കാരിക പരിപാടിയിൽ നാടകം, പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. 125 കലാകാരന്മാരാണ് വേദിയിൽ എത്തുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ 3 പേർ മരിച്ചു. ജില്ലയിൽ ക്രമസമാധാന പാലനത്തിനായി കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ അശാന്തി പടർന്നാൽ അവിടെയും സേനയെ വിന്യസിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജനങ്ങൾ ശാന്തരായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്ത് വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്നും പറഞ്ഞു. രാഷ്ട്രപതിയുടെ അനുമതിക്കായി ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം അംഗീകാരം നൽകണമെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ JB പർദിവാല, മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കാലതാമസം നേരിടുകയാണെങ്കിൽ വിവരം സംസ്ഥാനങ്ങളെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. രാഷ്ട്രപതിയുടെ അനുമതിക്കായി 10 ബില്ലുകൾ പിടിച്ചുവച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടിയും കോടതി റദ്ദാക്കി. ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്നത് 3 മാസത്തിലധികം വൈകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിൽ വീഴ്ച വരുത്തിയാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം 3 ഭീകരരെ വധിച്ചു. നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിൽ ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. അഖ്നൂർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമവും സൈന്യം പരാജയപ്പെടുത്തി. ജമ്മുവിലെ വിവിധ മേഖലകളിലെ ഭീകരരുടെ നീക്കം നിരീക്ഷിച്ച ശേഷം കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയായിരുന്നു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതുക്കിയ ന്യായവില പ്രകാരമുള്ള അധിക നഷ്ടപരിഹാരമായ 17.77 കോടി രൂപ കോടതിയിൽ കെട്ടിവച്ചാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിനുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. മുൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 26 കോടി രൂപ കെട്ടിവച്ചിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തലത്തിൽ ചെറിയ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ ആരംഭിക്കണമെന്നും ക്രമേണ അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി MB രാജേഷ് സന്നിഹിതനായി. കോൺക്ലേവുമായി ബന്ധപ്പെട്ട പ്രദർശനം നാളെയും ഉണ്ടാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 6 വിക്കറ്റിന്റെ ജയം. 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ജയൻസ് 19.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം നേടുകയായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ISL ഫുട്ബോൾ 11ാം സീസണിന്റെ കലാശപ്പോരിൽ കരുത്തരായ മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിലാണ്. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. മേടവിഷു ദിനത്തിൽ പുലർച്ചെ 4 മണിക്ക് ശബരിമല നട തുറക്കും. 4 മണി മുതൽ ഭക്തർക്ക് വിഷുക്കണി കണ്ട് ദർശനത്തിന് അവസരമുണ്ട്. വിഷുക്കണി ദർശനം രാവിലെ 7 വരെ ഉണ്ടാകും. കണി ദർശനത്തിന് ശേഷം മാത്രമേ അഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ. നാളെ ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. ഇതോടെ വിശുദ്ധ വാരത്തിന് നാളെ തുടക്കമാകും. കോഴിക്കോട് രൂപതയെ മെട്രോപൊളിറ്റൻ അതിരൂപതയായും കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ മെട്രോപൊളിറ്റൻ രൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായും ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചു. സപ്ലൈകോയുടെ എല്ലാ വിഷു ഈസ്റ്റർ ഫെയറുകളും സൂപ്പർ മാർക്കറ്റുകളും നാളെ തുറന്ന് പ്രവർത്തിക്കും. മാവേലി സ്റ്റോറുകൾ ഞായറാഴ്ച പ്രവർത്തിക്കില്ല. വിഷു ദിവസം ഫെയറുകൾക്കും സപ്ലൈകോ വിൽപ്പനശാലകൾക്കും അവധിയായിരിക്കും. ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തിന്റെയും ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മവാർഷികത്തിന്റെയും ഭാഗമായി നാളെ പദയാത്ര സംഘടിപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഉദ്ഘാടനം ചെയ്യും. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പദയാത്ര തിരുവനന്തപുരത്ത് കവടിയാറിൽ നിന്ന് ആരംഭിച്ച് വെള്ളയമ്പലത്ത് സമാപിക്കും. മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിക്കും. പ്രസവം ഉൾപ്പെടെയുള്ള ആരോഗ്യ സാഹചര്യങ്ങളിൽ അശാസ്ത്രീയവും തെറ്റായതുമായ സമീപനങ്ങൾ കൈക്കൊണ്ടാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.